it was very nice, and I had to see a lot of spots. ലൈക്ക് 360 ഡിഗ്രിയിൽ ഫുള്ളായിട്ട് വ്യൂ കാണാം. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല ലൈക്ക് ഇങ്ങനത്തെ തേയില തോട്ടങ്ങളും ഒക്കെ നല്ല വൃത്തി കാണാൻ കഴിയും. നമുക്ക് വിദേശത്തൊക്കെ കാണുന്ന സൈസ് ഒരു ബസ്സാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സ്വന്തം ആശയത്തിൽ തുടങ്ങിയതാണ്. നല്ല വിജയമാണ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോഴുള്ളത് തെക്കേ ഇന്ത്യയുടെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലാണ്. KSRTC മൂന്നാറിന് സമ്മാനിച്ച പുതുപുത്തൻ ഡബിൾ ഡെക്കർ ബസ്സിലെ ഫുൾ യാത്രയുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ബഡ്ജറ്റ് ടൂറിസം പ്രോഗ്രാമിൻ്റെ ഭാഗമായി 2025 ഫെബ്രുവരിയിലാണ് KSRTC ആദ്യമായി മൂന്നാറിൽ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. ആ ഡബിൾ ഡെക്കർ സർവീസിനെ ഇരുകൈയും നീട്ടിയാണ് വിനോദസഞ്ചാരികൾ സ്വീകരിച്ചത്. മിക്ക ദിവസങ്ങളിലും മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസ്സിൽ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയായിരുന്നു. KSRTCയുടെ ഡബിൾ ഡെക്കർ വൻ വിജയമായതിനെ തുടർന്നാണ് രണ്ടാമതൊരു ഡബിൾ ഡെക്കർ ബസ് കൂടി പുതുവത്സര സമ്മാനമായി മൂന്നാറിന് നൽകിയിരിക്കുന്നത്. ഈ പുതിയ ബസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നിലവിൽ സർവീസ് നടത്തുന്ന ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ നിറം കടും നീലയാണെങ്കിൽ പുതിയ ഡബിൾ ഡെക്കർ ബസ്സിന് ഇളം നീല നിറമാണ് നൽകിയിരിക്കുന്നത്. KSRTCയുടെ തിരുവനന്തപുരം പാപ്പനംകോടുള്ള സെൻട്രൽ വർക്ക്ഷോപ്പിലാണ് ഈ ബസ് നിർമ്മിച്ചത്. പുറം കാഴ്ചകൾ പൂർണ്ണമായും കാണുന്ന രീതിയിൽ മൂന്നാറിന് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബസ്സാണിത്. ബസ്സിൻ്റെ ബോഡി ഭൂരിഭാഗവും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ പുറത്തെ അതിമനോഹരമായ കാഴ്ചകൾ തടസ്സങ്ങൾ കൂടാതെ തന്നെ സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയും. ബസ്സിലാകെ 50 സീറ്റുകളാണുള്ളത്. അതിൽ 12 എണ്ണം താഴത്തെ നിലയിലും 38 എണ്ണം മുകളിലത്തെ നിലയിലുമാണ്. അങ്ങനെ രാവിലെ കൃത്യം 9:30 നമ്മുടെ പുതുപുത്തൻ ഡബിൾ ഡെക്കർ മൂന്നാർ KSRTC ഡിപ്പോയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ബെന്നി സാറും സജി സാറുമാണ് ഇന്ന് ഡ്യൂട്ടിയിലുള്ളത്. രാവിലെ 9 മണി, 9:30, ഉച്ചയ്ക്ക് 12:30, 1 മണി, വൈകിട്ട് 4 മണി, 4:30 എന്നിങ്ങനെ ദിവസവും 6 തവണയാണ് ഡബിൾ ഡെക്കർ സർവീസ് നടത്തുന്നത്. എല്ലാ സർവീസും പുറപ്പെടുന്നത് മൂന്നാർ KSRTC ഡിപ്പോയിൽ നിന്ന് തന്നെയാണ്. മൂന്നാർ റോയൽ വ്യൂ എന്ന് പേരിട്ടിരിക്കുന്ന KSRTC ഡബിൾ ഡെക്കർ ബസ് യാത്രയിലൂടെ ആകാശം മുട്ടുന്ന മലനിരകളും കണ്ണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടുന്ന മൂന്നാറിൻ്റെ അതിമനോഹരമായ ദൃശ്യഭംഗിയാണ് സഞ്ചാരികൾക്ക് കൺമുന്നിൽ ലഭിക്കുന്നത്. ഇന്നത്തെ ഈ യാത്രയിൽ 5 പോയിന്റുകളിലാണ് ഡബിൾ ഡെക്കർ നിർത്തുന്നത്. സിഗ്നൽ പോയിന്റ്, ലോഹാർഡ് ഫോട്ടോ പോയിന്റ്, ഗ്യാപ്പ് റോഡ്, മലൈക്കള്ളൻ കേവ്, ആനയിറങ്കൽ ഡാം എന്നിവയാണവ. മൂന്നാറിൻ്റെ ഏറ്റവും മികച്ച ഫ്രെയിമുകൾ നൽകുന്ന സ്ഥലങ്ങളാണ് ഇവയെല്ലാം തന്നെ. യാത്രയിലുടനീളം റോഡിനിരുവശവും തേയിലത്തോട്ടങ്ങളുടെ നീണ്ട നിരയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ട മലനിരകൾ കൂടി ആകുമ്പോൾ കാഴ്ചകൾക്ക് ദൃശ്യഭംഗിയേറുന്നു.
ഡബിൾ ഡെക്കർ ആദ്യം നിർത്തുന്ന സിഗ്നൽ പോയിന്റിൽ നിന്നാൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ ചൊക്കർമുടി കാണാം. അതായത് ടാറ്റ ടീ ആണ് ലിമിറ്റഡ്, അവരെയാണ് തേയിലത്തോട്ടം. അവരുടെ ബ്രാൻഡ് നെയിം കണ്ണൻ ദേവൻ. ഇതിന്റെ റൈറ്റ് ബാക്ക് ഇഡ്ഡലി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇഡ്ഡലി പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇഡ്ഡലി ഹിൽസ്. അപ്പൊ എല്ലാവർക്കും താഴെ ഇറങ്ങി 10 മിനിറ്റ്, വണ്ടി എവിടെ നിർത്തിയാലും ഇറങ്ങാട്ടോ 10 മിനിറ്റ്. തേയിലത്തോട്ടങ്ങളുടെ പിറകിലായി തല ഉയർത്തി നിൽക്കുന്ന ചൊക്കർമുടി കാണാൻ തന്നെ ഒരു ഗാംഭീര്യമാണ്. കേരളത്തിലെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഭംഗിയേറിയ റൂട്ടെന്ന് പേര് കേട്ട മൂന്നാർ ദേവികുളം ഗ്യാപ്പ് റോഡിലൂടെയാണ് നമ്മുടെ ഡബിൾ ഡെക്കർ പോകുന്നത്. എവിടേക്ക് നോക്കിയാലും തേയിലത്തോട്ടങ്ങൾ മാത്രമുള്ള ഈ റൂട്ട് മഴക്കാലമായാൽ കോടമഞ്ഞുകൊണ്ട് മറയുന്നത് പതിവാണ്. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഓരോ സഞ്ചാരിയും ഒരിക്കലെങ്കിലും കാണേണ്ട റൂട്ട് കൂടിയാണ് കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേ 85-ന്റെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡ്. മൂന്നാറിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലോഹാർഡ് വ്യൂ പോയിൻ്റാണ് ഡബിൾ ഡെക്കർ ബസ് നിർത്തുന്ന മറ്റൊരു ലൊക്കേഷൻ. മുൻ ബ്രിട്ടീഷ് കൊളോണിയൽ ഗവർണർ ആയിരുന്ന സർ ജെയിംസ് ലോഹാർട്ടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്യാപ്പിൽ വന്നാൽ മൂന്നാറിലെ തന്നെ ഏറ്റവും മനോഹരമായ ഫ്രെയിം നിങ്ങൾക്ക് മുന്നിലേക്കെത്തും. ഇത് ലോക്ക്ഹാർട്ട് ആണ്. ലോക്ക്ഹാർട്ട് സ്ഥലത്തിന്റെ പേരാണ്. ലോക്ക്ഹാർട്ട് ജി എസ്റ്റേറ്റ് ആണ്. ഹാരിസൺസ് ലിമിറ്റഡിന്റെ അടുത്ത്. പിന്നെ റൈറ്റ് ബാക്കി കാണുന്നത് ചൊക്രമുടി, കേരളത്തിൽ ഉയരത്തിൽ 3-ാം സ്ഥാനത്തുള്ള. ഓക്കെ, ഞങ്ങൾ മൂന്നാറിലെ റോയൽ വ്യൂ ഡബിൾ ഡെക്കറിൻ്റെ പുതിയ വണ്ടിയാണ് ഇത്. കഴിഞ്ഞ ജനുവരി 3-ാം തീയതി തൊട്ടാണ് ഓടാൻ തുടങ്ങിയത്. ഒരു ദിവസം 3 ട്രിപ്പാണുള്ളത്. എൻ്റെ പേര് ബെന്നി, നമ്മുടെ കൂടെ ഉള്ളത് സജി. ഞങ്ങളിപ്പോൾ നിലവിൽ ലാക്കാട് ഫോട്ടോ പോയിൻറ്റിലാണ്. മൊത്തം 5 പോയിൻ്റ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് സിഗ്നൽ പോയിൻ്റ്, അത് കഴിഞ്ഞ് ലാക്കാട് ഫോട്ടോ പോയിൻ്റ്, ഗ്യാപ്പ് റോഡ്, മലൈക്കള്ളൻ കേവ്, പിന്നെ ഒരു പെരിയനാൽ വാട്ടർഫാൾസ് ഉണ്ട്. നിലവിൽ വേനലായതുകൊണ്ട് വെള്ളം അവിടെ ഇല്ല. പിന്നെ ആനയിറങ്ങൽ ഡാം. അങ്ങനെ 5 സ്ഥലത്ത് നടത്തുന്നുണ്ട്. എല്ലായിടത്തും ഒരു 10, 12, 13 മിനിറ്റ് വെച്ച് ആളുകൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ സമയം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല ഇതാണ്. നിലവിൽ 2 ബസ്, റോയൽ വ്യൂ ഡബിൾ ഡെക്കർ 2 ബസ് ഓടുന്നുണ്ട്. ഒരു ദിവസം ഒരു ബസ്സിന് 3 ട്രിപ്പ് വെച്ച് 6 ട്രിപ്പ് ഓടും. ഇത് രാവിലെ 9:30, 1 മണി, 4:30. നമുക്ക് KSRTC സ്വന്തം സൈറ്റ് ഉണ്ട്. ഓൺലൈൻ KSRTC-Swift.com, അല്ലെങ്കിൽ ആപ്പുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന്. എൻ്റെ KSRTC നിയോ OPRS പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ചെയ്യാം. ഡയറക്റ്റ് വന്നാൽ ഓൺലൈൻ ബുക്ക് ചെയ്ത് സീറ്റ് ബാക്കി ഉണ്ടെങ്കിൽ ബസ്സിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം. ഓൺലൈൻ ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. സീറ്റ് എപ്പോൾ വേണമെങ്കിലും ഓൺലൈനിലുള്ളത് കൊണ്ട് നമുക്ക് അല്ലാതെ കിട്ടണമെന്ന് നിർബന്ധമില്ല. എപ്പോൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു വൈബാണ്. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ഇത്. നമുക്ക് വിദേശത്തൊക്കെ കാണുന്ന സൈസ് ഒരു ബസ്സാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സ്വന്തം ആശയത്തിൽ തുടങ്ങിയതാണ്. നല്ല വിജയമാണ്.
3 മണിക്കൂറാണ്. നമ്മൾ ഡിപ്പോയിൽ നിന്ന് 3 മണിക്കൂറാണ്, തിരിച്ച് ഡിപ്പോയിൽ ചെല്ലുമ്പോഴത്തേന് 3 മണിക്കൂർ. ഏകദേശം 10-15 മിനിറ്റ്. ഇപ്പോൾ ഗ്യാപ്പ് റോഡിലാണെങ്കിൽ 15 മിനിറ്റ് ഉണ്ട്. മലൈക്കള്ളൻ കേവ് അവിടെ 15 മിനിറ്റ് ഉണ്ട്. നമ്മൾ പിന്നെ പോകുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ്. മൂന്നാറിൽ തേനിക്ക് പോകുന്ന വഴിയാണിത്. എല്ലാവരും ഇത് മാക്സിമം വിനിയോഗിക്കുക. നമ്മുടെ വൈബാണ്. കേരളത്തിൽ ഇങ്ങനെ ആദ്യത്തെ ഒരു സംരംഭമാണ്. എല്ലാവരും വിജയിപ്പിക്കുക. പിന്നെ KSRTCക്കും വലിയൊരു വൻ വിജയമാണ് ഈ സംരംഭം. ബൈ, സീ യു. അടുത്ത വളവ് തൊട്ട് ഗ്യാപ്പ് റോഡ് തുറക്കും. ഗ്യാപ്പ് റോഡ് ഒരു 1.5 കിലോമീറ്റർ വരും. പണ്ട് പാറയായിരുന്നു മൊത്തം. പാറയുടെ തമിഴ് ഒരു ബസ് മാത്രം പോയിട്ടാണ്. ഒരു 2 വീലർ പോലും സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലായിരുന്നു. അങ്ങനെയാണ് നോ ഗ്യാപ്പാണ് ഗ്യാപ്പ് റോഡായത്. ഇപ്പോൾ NH ഇപ്പോൾ ഗ്യാപ്പ് ഉണ്ട്, വീതിയുണ്ട്. അവിടെ തന്നെ നമ്മൾ വണ്ടി നിർത്തും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് മലൈക്കള്ളൻ കേവ്, റോക്ക് കേവ്. മലയിൽക്കള്ളൻ കേവ്സ് ആണ് ബസ് നിർത്തുന്ന മറ്റൊരു സ്റ്റോപ്പ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുള്ള കാലത്ത് മൂന്നാറിലെ ടീ എസ്റ്റേറ്റിൽ തൊഴിലാളിയായിരുന്ന തങ്കച്ചനാണ് മലയിൽക്കള്ളൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. മോഷ്ടാവായ തങ്കച്ചൻ പോലീസിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഗുഹയിൽ ഒളിച്ചു കഴിഞ്ഞതായി പറയപ്പെടുന്നു. വളരെ ഇടുങ്ങിയ ഈ ഗുഹയ്ക്കുള്ളിലായി ഒന്നിലധികം ചെറിയ അറകളുണ്ട്. പണക്കാരിൽ നിന്ന് മോഷ്ടിക്കുന്ന പണവും സ്വർണവും തങ്കച്ചൻ പാവങ്ങൾക്ക് വീതിച്ച് നൽകിയിരുന്നതായും കഥകളുണ്ട്. Coffee, pita bread, Maggi noodles, sweet corn, pineapple, mango, watermelon, curry. Take coffee, pita bread, Maggi noodles, sweet corn, pineapple, mango, watermelon, curry. എൻ്റെ പേര് രതീഷ്. ഇവിടെ 5 വർഷത്തോളം കച്ചവടമൊക്കെ വളരെ നന്നായിട്ട് പോകുന്നു. മലയിൽക്കള്ളൻ കേവ്സ് കഴിഞ്ഞാൽ ഓറഞ്ച് തോട്ടങ്ങളുടെ കാഴ്ചകളാണ്. ഡബിൾ ഡെക്കർ ബസ് അവസാനമായി എത്തുന്നത് ആനയിറങ്കൽ ഡാമിലാണ്. ചിന്നക്കനാലിൽ പന്നിയാറിന് കുറുകെ 1965 പണി കഴിപ്പിച്ച എർത്ത് ഡാമാണ് ആനയിറങ്കൽ ഡാം. KSEBയുടെ ഉടമസ്ഥയിലുള്ള ഈ ഡാം ഇലക്ട്രിസിറ്റി ഉൽപ്പാദനത്തിനായാണ് ഉപയോഗിക്കുന്നത്.
അങ്ങനെ കണ്ണിനും മനസ്സിനും കുളിർമയേകിയ നല്ലൊരു യാത്രയ്ക്കൊടുവിൽ ഉച്ചയ്ക്ക് 12:30 നമ്മുടെ ഡബിൾ ഡെക്കർ മൂന്നാർ KSRTC ഡിപ്പോയിലേക്ക് എത്തി. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ മുടക്കുന്ന ടിക്കറ്റ് ക്യാഷ് ഒരിക്കലും നഷ്ടം വരില്ല. അത്രയും ഹൃദ്യമായ കാഴ്ചകളാണ് ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. കൊച്ചിയിൽ വരുന്നവർ മെട്രോയിൽ കയറുന്നത് പോലെ ഇന്ന് മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ നമ്പർ 1 ചോയ്സായി മാറിയിരിക്കുകയാണ് KSRTCയുടെ ഡബിൾ ഡെക്കർ യാത്ര. മൂന്നാർ ടൂറിസത്തിൻ്റെ നെടുന്തൂണായി KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ മാറിയെന്ന് പറഞ്ഞാലും അതിശയിക്കാനില്ല. ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാതെ മൂന്നാർ ട്രിപ്പ് പൂർണ്ണമാകില്ല എന്ന സ്ഥിതിയായി. ബസ്സിൽ മുകളിലത്തെ നിലയിൽ ഒരാൾക്ക് 400 രൂപയും താഴത്തെ നിലയിൽ ഒരാൾക്ക് 200 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ്. ഓൺലൈൻ KSRTCSwift.com എന്ന സൈറ്റ് വഴി ഈ ബസ്സിലേക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. സൈറ്റിൽ കയറി മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ടിക്കറ്റ് ലഭിച്ചെന്ന് വരില്ല. അത്രയും ഡിമാൻഡാണ് ഇന്ന് മൂന്നാറിൽ ഡബിൾ ഡെക്കർ ബസ് യാത്രയ്ക്കുള്ളത്. ഇനി മൂന്നാറിലെത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾ KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കറിൽ യാത്ര ചെയ്യാൻ മറക്കരുത്. കാരണം ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. കോടമഞ്ഞിനും തേയിലത്തോട്ടങ്ങൾക്കും മലനിരകൾക്കും നടുവിലൂടെയുള്ളൊരു അവിസ്മരണീയമായ യാത്ര. കിടിലനൊരു യാത്ര സമ്മാനിച്ച KSRTCയുടെ മൂന്നാർ കൊമ്പനോട് ബൈ പറഞ്ഞുകൊണ്ട് മറ്റ് കാഴ്ചയിലേക്ക് ഞാൻ നടന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും ഹൈപ്പും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഓൾ.
me it's okay. Not very good, but it's okay. Suggestion, you can add two more places, good places. This boating spot, some other thing like that. Then it will be very nice. Bus was very good. Driver drive the vehicle very slowly, and we can see all these things. It's very nice. Yeah, it was very nice, and I had to see a lot of spots, but still you could add some, and the bus is very good. ബസ്സൊക്കെ നല്ലത് തന്നെയാണ്, യാത്രയൊക്കെ സൂപ്പറാണ്. ഓക്കെ, ഗ്ലാസ്സിലൊരു ടിൻ്റൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം, എന്ന് വെച്ചാൽ ഫ്രണ്ട് ഗ്ലാസ്സിൽ ബസ് കൊള്ളാം. ഇപ്പം ഞാൻ മറ്റേ ബസ് ഉദ്ദേശിച്ചാണ് വന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ അടുത്ത് പണി കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇത് ഇറങ്ങിയ ടൈമിൽ 10 കൊല്ലം മുന്നേ കയറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് റീബോഡി ചെയ്തപ്പോൾ ഇപ്പോഴാണ് കയറുന്നത്. എന്തായാലും കൊള്ളാം. മൂന്നാർ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ അധികാരം എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു വ്യൂ ആണ്. നമ്മൾ വേറെ വണ്ടി പോയാലും കാറിൽ പോയാലും ഒന്നും നമുക്കത് കാണാൻ പറ്റില്ല. 360 ഡിഗ്രിയിൽ നമുക്ക് മൂന്നാറിൻ്റെ ലാൻഡ്സ്കേപ്പ് കറക്റ്റ് കാണാൻ പറ്റുന്ന സർവീസ്. ലൈക്ക് ബസ്സിലെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. എന്തായാലും അടിപൊളിയാണ്. ലൈക്ക് ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഈ ട്രിപ്പ് മുന്നേ പ്ലാൻ ചെയ്തേനു, അങ്ങനെ ഡേറ്റ് മാറ്റി വെച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ KSRTC ഇങ്ങനെ ഇത് വിചാരിച്ചിട്ടില്ല. കാറിലാണ് വന്നത്, കാറിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് KSRTCൻ്റെ ഇതുണ്ടെന്നുള്ളതും 3 മണിക്കൂറിൽ ഇതുണ്ടെന്നുള്ളത് മനസ്സിലാവണേ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇതിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് 360 ഡിഗ്രിയിൽ ഫുള്ളായിട്ട് വ്യൂ കാണാം. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല ലൈക്ക് ഇങ്ങനത്തെ തേയില തോട്ടങ്ങളും ഒക്കെ നല്ല വൃത്തി കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഓരോ സ്പോട്ടിൽ നിർത്തി തരുന്നുണ്ട്, പാട്ടുണ്ട്, അങ്ങനെ ഇതായിട്ട് ക്രൂ അടിപൊളി. സെറ്റാ. ട്രിപ്പൊക്കെ നല്ലതായിരുന്നു. പിന്നെ കുറച്ചും കൂടെ എന്താണ് സ്പോട്ടുകൾ കുറച്ചും കൂടെ ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാവായിരുന്നു. കുറച്ച് ടൈം അവിടെ പോയിന്ന് കണ്ടു പോരാൻ പറ്റിയ ഇതേ ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. ബസ്സൊക്കെ നല്ലതാണ്. കുറച്ചും കൂടെ സ്പോട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഡി ആയി.